രമയിലേക്ക് പോവുകയാണ്. രമ, ഇപ്പോൾ മുകേഷിന്റെ കാര്യത്തിൽ CPIM എടുത്ത തീരുമാനം വ്യക്തമായല്ലോ. അവൈലബിൾ സെക്രട്ടേറിയറ്റ് ചേർന്നിരിക്കുന്നു. നാളെ ഇപ്പോൾ ഫുൾ സെക്രട്ടേറിയറ്റ് ചേരാൻ പോകുന്നു. അപ്പോൾ ഇന്നത്തെ തീരുമാനത്തിൽ ഒന്നുകൂടി ബലം വരും നാളത്തെ യോഗത്തിൽ. അതെ, തീർച്ചയായിട്ടും സ്മൃതി, വളരെയധികം സന്തോഷമുണ്ട്. കേരളത്തിന് മാതൃകയാകേണ്ട തീരുമാനങ്ങൾ CPMൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. വനിതാ മതിൽ തീർക്കാൻ, സ്ത്രീ സുരക്ഷ ഒരുക്കാൻ, ഇരകളുടെ പക്ഷത്ത് നിൽക്കാൻ ഒക്കെ ഒരു സംഘടന എത്ര ആർജവത്തോടു കൂടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ തെളിവാണല്ലോ ഇപ്പം നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. ഒരു EP ജയരാജൻ എന്ന് പറയുന്ന CPM നേതാവിൻ്റെ പ്രതികരണം കാണുമ്പോൾ സത്യത്തിൽ ഇവരൊക്കെ ഇതൊക്കെ തന്നെയാണ് ഈ പാർട്ടി ഇങ്ങനെയാവുന്നത് എന്ന് നമുക്ക് ഒരു തർക്കവുമില്ലാതെ തന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവുന്നതാണ്. അദ്ദേഹം എന്താ പറയുന്നത്, കോൺഗ്രസ്സിലെ 2 പേരുണ്ടല്ലോ, അവർ രാജിവെക്കട്ടെ, എന്നിട്ട് ഞങ്ങളും ആലോചിക്കാം. അപ്പം മറ്റേത് പാർട്ടിക്കാരും ചെയ്യുന്ന എല്ലാ തെറ്റുകളും ഞങ്ങൾക്കും ചെയ്യാം, അതിലപ്പുറമൊന്നും ഇവർക്കില്ല. അവർ ചെയ്യുന്നത്, അവർ തെറ്റാണെങ്കിൽ ഞങ്ങൾ തെറ്റ്, അവർ ശരിയാണെങ്കിൽ ഞങ്ങൾ ശരി. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇതാണ് ഇടതുപക്ഷം. പിന്നെ എന്ത് മാതൃകയാണ് ഇവർ ഈ സമൂഹത്തിലേക്ക് കൊടുക്കുന്നത്, എന്ത് സന്ദേശമാണ് ഇവർ കൊടുക്കുന്നത്? മുകേഷിനെ പോലെ അങ്ങേയറ്റം ക്രിമിനൽ കേസിൽ പ്രതിയായ, സ്ത്രീ പീഡനത്തിന് ചെറിയതൊന്നുമല്ലല്ലോ, എത്രയധികം വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ന് മാത്രമുണ്ടായ വാർത്തയല്ല, എത്ര വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ പറഞ്ഞ ഒരുപാട് വിവരങ്ങൾ, ഗാർഹിക പീഡനം ഉൾപ്പെടെ ഒരു സ്ത്രീ അനുഭവിക്കാവുന്നതിൽ വെച്ച് അങ്ങേയറ്റം ക്രൂരമായ വേദനകൾ, പീഡനങ്ങൾ അനുഭവിച്ച് ജീവിതത്തിൽ നിന്ന് വഴിമാറിപ്പോകേണ്ടി വന്ന ഒരു സ്ത്രീ, ആ സ്ത്രീ പറഞ്ഞ അനുഭവങ്ങൾ തന്നെ ഇന്ന് നമ്മുടെ മുന്നിൽ വീണ്ടും വീണ്ടും വായിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അത് മാത്രം മതി ഒരാളെ എങ്ങനെയാണ് ഒരു പാർട്ടി പുറത്താക്കേണ്ടത്, അല്ലെങ്കിൽ ആ പാർട്ടി അത് എത്ര ആളുകൾക്ക് സംരക്ഷണം കൊടുക്കില്ല, ഇതുപോലെയുള്ള ആളുകളല്ല വരേണ്ടതെന്ന് തീരുമാനിക്കാൻ അതുമാത്രം മതി. പക്ഷേ എന്നിട്ടും CPM എന്ന പാർട്ടി മുകേഷിനെ MLA ആക്കി എന്ന് മാത്രമല്ല എല്ലാവിധ സംരക്ഷണവും നൽകിക്കൊണ്ടിരിക്കുന്നു, ഇപ്പോഴും നൽകുന്നു. നോക്കൂ സ്മൃതി, ഇപ്പോൾ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് നമുക്കറിയാം. 2017 പ്രിയപ്പെട്ട നമ്മുടെ നടിയുടെ പ്രശ്നത്തിന് ശേഷം രൂപീകൃതമായ, സമൂഹത്തിൽ നിന്ന്, ഞാനതൊന്നുകൂടി അടിവരയിട്ട് പറയുന്നു, സമൂഹത്തിലെ വലിയ പ്രതികരണങ്ങൾക്ക് ശേഷം തീരുമാനിച്ച ഹേമ കമ്മിറ്റി, അങ്ങനെയൊരു ഹേമ കമ്മിറ്റി ഉണ്ടാക്കി പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. ആ തീരുമാനിച്ചതിന് ശേഷം 2019 റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അത് സർക്കാരിൻ്റെ കയ്യിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ MLA ആക്കുന്നു. ഈ കഴിഞ്ഞ ഈ റിപ്പോർട്ടിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ മുഴുവനുണ്ട്. അതിനകത്ത് പറഞ്ഞ പല പേരുകളും വെളിപ്പെടുത്താൻ പറ്റില്ല എന്ന് പറയുന്നു. ആ വെളിപ്പെടുത്താത്ത പേരുകളിലൊക്കെ ഉണ്ടാകുന്ന ഒരു പേരായിരിക്കും ഇത് എന്ന കാര്യത്തിൽ നമുക്കാർക്കും തർക്കമില്ലല്ലോ. ഈ സമൂഹത്തിന് അതിനൊരു സംശയത്തിന് ഇടയുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ആ റിപ്പോർട്ട് മുഴുവൻ സർക്കാരിൻ്റെ കൈവശമുണ്ട്, സർക്കാർ അത് പരിശോധിച്ചിട്ടുണ്ടാകും. അങ്ങനെ അദ്ദേഹത്തെ MLA ആക്കുന്നു, എല്ലാവിധ സംരക്ഷണവും നൽകുന്നു. അതിനുശേഷം ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് വീണ്ടും പാർലമെന്റ് സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹത്തെ മത്സരിപ്പിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ, ഏതാളെയാണ് ജനങ്ങളുടെ പ്രതിനിധിയാക്കാൻ ഒരു പാർട്ടി തീരുമാനമെടുക്കുന്നത് എന്നുള്ളത്. ഈ ആരോപണങ്ങളൊക്കെ ഈ ഒരു എയറിൽ നിൽക്കുകയാണ്. അദ്ദേഹത്തിനെ കുറിച്ച് എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഇതൊക്കെ നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നില്ല മുകേഷ് ഒരു വലിയ പാർട്ടി പ്രവർത്തകനാണ്. മെമ്പർഷിപ്പില്ല, പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചിരിക്കുന്നു. കൊല്ലത്തെ പാർട്ടിക്കും എതിർപ്പുണ്ട്. പ്രത്യേകിച്ച് മേഴ്സിക്കുട്ടിയമ്മയെ പോലെ അവിടുത്തെ വനിതാ നേതാക്കളൊക്കെ വലിയ പ്രതിഷേധം ഉയർത്തി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് രമ ഒന്ന് ആലോചിച്ച് നോക്കൂ, CPMന് ഒന്നും ചെയ്യാനാകാത്ത ഒരവസ്ഥയുണ്ടോ? കാരണം ഇപ്പോൾ നടപടി എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും. ആ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചില്ല എങ്കിൽ CPMന് വലിയ നഷ്ടം സംഭവിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു വിജയിക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ മൊത്തത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടാണ് എന്നൊരു വിലയിരുത്തൽ പാർട്ടി നടത്തുന്നു. രണ്ടാമത്തേത്, ഇപ്പോൾ ഹേമ കമ്മിറ്റി കൊണ്ടുവന്നു എന്നൊരു അഭിമാനം എല്ലാ സമയവും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണോ ഹേമ കമ്മിറ്റി? രാജ്യത്താദ്യമായി ഇങ്ങനെ ഒരു കമ്മിറ്റി ഞങ്ങൾ രൂപീകരിച്ചു. അത് സ്വയം രൂപീകരിച്ചതാണോ എന്നുള്ള വിഷയം അവിടെ നിൽക്കുന്നു. പക്ഷേ രൂപീകരിച്ചല്ലോ, റിപ്പോർട്ട് സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ ഫലമായിട്ടാണെങ്കിലും പുറത്തേക്ക് വിട്ടല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന സർക്കാർ ആദ്യ നടപടി എങ്ങനെയാണ് CPM MLAക്കെതിരെ ചെയ്യുക? അത് വലിയ തിരിച്ചടിയാവില്ലേ?
അല്ല, തിരിച്ചടിയല്ലല്ലോ. അവർ ചെയ്യുന്നതിനും പറയുന്നതിനും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ചെയ്യേണ്ടത് അതാണല്ലോ. സ്വന്തം പാർട്ടിയിലുള്ള ആളായാലും തെറ്റു ചെയ്താൽ അവരെ ഞങ്ങൾ സംരക്ഷിക്കില്ല, ഞങ്ങൾ വേട്ടക്കാരനൊപ്പമല്ല എന്നാണല്ലോ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നടപടി എടുക്കുകയല്ലേ വേണ്ടത്? അതെങ്ങനെയാണ് തിരിച്ചാവുന്നത്? നടപടിയെടുത്ത് മാതൃക കാണിക്കാൻ CPM എന്ന പാർട്ടിക്ക് ആർജവമുണ്ടോ? ആ ആർജവം കാണിക്കാൻ അവർക്ക് സാധിക്കില്ല. തെരഞ്ഞെടുപ്പിലെ ജയമാണോ അതോ പാർട്ടിയുടെ പോളിസിയാണോ ഒരു CPM പോലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രധാനം എന്നുള്ളതാണ് ആദ്യം ആലോചിക്കേണ്ടത്. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ട് ഇനി ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അവിടെ ജയിക്കില്ല എന്നുള്ളത് ഈ സാഹചര്യത്തിലല്ല. കേരളത്തിലൊരു ഉപതെരഞ്ഞെടുപ്പ് നടത്തിയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് ഇപ്പം നടത്തിയാൽ കൊല്ലത്തല്ല എവിടെയെങ്കിലും ഈ പാർട്ടിക്ക് ജയിച്ചു കയറാൻ കഴിയുമോ? ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരത്തിൽ ഇതുപോലെയുള്ള ആളുകളെ സംരക്ഷിക്കുകയും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ ആരാണ് തയ്യാറാവുക? ഏത് സ്ത്രീകൾ? ആ പാർട്ടിക്കകത്തുള്ള സ്ത്രീകളെപ്പോലും നിങ്ങൾ എടുത്തു നോക്കൂ. ഇനി ഇടതുപക്ഷ സംഘടനകൾ CPI വളരെ ശക്തമായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ. ആനി രാജയെ പോലെ പ്രമുഖയായ നേതാക്കന്മാർ വളരെ കൃത്യമായി അഭിപ്രായം പറഞ്ഞല്ലോ. മുകേഷ് രാജിവെക്കണം, അദ്ദേഹത്തെ മാറ്റി നിർത്തണം. ആ തീരുമാനം, അതിനുള്ള ആർജവം പോലും കാണിക്കാൻ കഴിയാത്ത CPM നിങ്ങൾ എവിടെ വിജയിക്കാനാണ്? അതൊന്നുമല്ല, ഇവരുടെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ CPM-ലുള്ള ഒരുപാട് നേതാക്കന്മാരൊക്കെ ഇതിൻ്റെ ആളുകളുണ്ട്, ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ. CPM-ന്റെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉൾപ്പെടെ ഏത് ആരോപണത്തിൽ കൂടി കടന്നു വന്ന് ആ സ്ഥാനത്തിരിക്കുകയാണ്. ഇവർക്ക് എങ്ങനെയാ നിലപാട് പറയാൻ കഴിയുക? ആദ്യം സ്വയം നന്നാവണ്ടേ, എന്നിട്ടല്ലേ മറ്റുള്ളവരെ നന്നാക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ പറയാൻ കഴിയാത്ത പാർട്ടിയാണ് CPM എന്ന പാർട്ടി. അതുകൊണ്ടാണ് ഇപ്പോഴും തൊടുന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്മൃതി, ശരി. Debate with Smriti Parithikad.